ആതിരെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കട്ടെ സച്ചേട്ടാ. ഈ സമയത്തോ? സമയം എത്രയെന്ന് തനിക്കറിയോ? താനൊരു സ്വപ്നം കണ്ടതിന് അവരെ കൂടി വിളിച്ച് അവരുടെ ഉറക്കം കളയണ്ട. താൻ സമാധാനമായിട്ടിരിക്കെ. നമുക്ക് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിനെ കാണാം. കിടക്ക്, കിടക്കടോ. മോളെ കരയില്ലേ ബാബേ? പറയേ, പിന്നെയും വല്ല അബദ്ധവും പറ്റിയോ നിനക്ക്? ഇല്ല. എന്തായാലും ഇത്തവണ മാഡം എന്നെ ഏൽപ്പിച്ച ജോലി നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. മാഡത്തിന്റെ അനിയത്തി പ്രസവിച്ച കുഞ്ഞിനെ ആ ശിവരാമന്റെ ഭാര്യയുടെ അടുത്തും ശിവരാമന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെ മാഡത്തിന്റെ അനിയത്തിയുടെ അടുത്തും മാറ്റിക്കെടുത്തിട്ടുണ്ട്. അതും ആർക്കും സംശയമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ. രാവിലെ തന്നെ ഒരു സന്തോഷ വാർത്ത പറഞ്ഞ നിന്നെ ഞാനൊന്ന് സന്തോഷിപ്പിക്കണ്ടേ? ഞാൻ പറഞ്ഞതിന്റെ ഇരട്ടിയാ ഇപ്പൊ നീ ചെയ്തതിനുള്ള പാരിതോഷികമായി ഞാൻ തരാൻ പോകുന്നത്. ഞാൻ നിന്നെ വിളിക്കാം. ശരി മാഡം. നെല്ലിശ്ശേരിയുടെ സർവ്വസമ്പത്തിനും അവകാശിയായവൾ ചോർന്നൊലിക്കുന്ന ദരിദ്രനായ ശിവരാമന്റെ വീട്ടിലും അയാളുടെ ഗതിയില്ലാത്ത പെങ്കൊച്ച് നെല്ലിശ്ശേരിയുടെ സിംഹാസനത്തിലും. അപ്പൊ ഇനിയാണ് ശരിക്കുള്ള ട്വിസ്റ്റുകൾ നടക്കാൻ പോകുന്നത്. കരയല്ലേ മോളെ? കരയല്ലേ? കരയല്ലേ മോളെ? ബാവേ 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 കരയല്ലേ? കരയല്ലേ മോളെ? മോളെ മോളെ കരയല്ലേ? മോളെ ശിവേട്ടാ, ആ നഴ്സിനെ ഒന്ന് വിളിക്കൂ. കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല.
നീ അതിന് പാല് കൊടുക്കുക. അപ്പൊ എന്റെ കരച്ചിലൊക്കെ നിന്നോളൂ. പാല് കുടിക്കുന്നില്ലെന്നേ. കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന ശേഷം കരച്ചില് തന്നെയാ എപ്പോഴും. ആ സിസ്റ്ററിനെ ഒന്ന് വിളിക്ക്. എനിക്ക് കരച്ചില് കേട്ടിരിക്കാൻ വയ്യ ഇങ്ങനെ. അല്ലെങ്കിൽ ഞാൻ പോകാം. ഓ വിളിക്കാം. നീ ഒന്ന് അടങ്ങിയിരിക്കും. മോള് കരച്ചില് നിർത്തുന്നില്ല സിസ്റ്റർ. കുറെ നേരമായി തുടങ്ങിയിട്ട്. ഇതാകുന്നു. ഞാനിപ്പോ വരാം. എന്താ സിസ്റ്ററെ കുഞ്ഞ് കരച്ചിൽ നിർത്താത്തത്? സാഹചര്യങ്ങളോടൊക്കെ ഇണങ്ങി വരുന്നല്ലേ ഉള്ളൂ. ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ തന്നെയാ. 2-3 ദിവസം കഴിയുമ്പോ ശരിയാവും. ആള് വലിയ കരച്ചിലാണല്ലോ. കൊറേ നേരമായി തുടങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടും കരച്ചില് മാറുന്നില്ല. ചേട്ടന്റെ കുഞ്ഞാണോ? അതെ. ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. എനിക്ക് കുഞ്ഞുങ്ങൾ കരയുന്ന കാണുമ്പോ വലിയ വിഷമം. അതാ. ശരി, എടുത്തോളൂ. എന്താടാ? കുഞ്ഞുറങ്ങിയല്ലേ? കരയല്ലേ? അതിരെ എന്തോ ചേച്ചി, മോളെന്തെങ്ങനെ കരയുന്നേ? അറിയില്ല ചേച്ചി, കൊറേ നേരമായി കരച്ചിൽ നിർത്തുന്നില്ല. ഞാൻ ആവത് നോക്കി. ഓ ഇങ്ങത്താ. ഓ 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 എന്തടാ? ഓ ഓ ഓ ഓ. അച്ഛനമ്മയും സന്ദീപൊക്കെ എവിടെ? അച്ഛനും അമ്മയും വീട് വരെ പോയിരിക്കുക. സന്ദീപ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി.
ഇപ്പൊ വരും. ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇങ്ങനെ കരയുന്ന. പുറത്തൊക്കെ മോളെയും കൊണ്ട് ഇറങ്ങിയാൽ മതി, അപ്പൊ ഇവള് കരയത്തൊന്നുമില്ല. ഇനി മുതൽ എൻ്റെ മോള് ജീവിക്കാൻ പോകുന്ന വീട്. താനെന്താ ഇവിടെ? സാറിനെ കണ്ടൊരു കാര്യം പറയാനുള്ളതൊക്കെ അന്ന് താൻ പറഞ്ഞല്ലേ, അത് ഞാൻ കേൾക്കുകയും ചെയ്തു. അതിൽ കൂടുതലൊന്നും പറയാനും കേൾക്കാനും എനിക്കില്ല. താൻ പോകാൻ നോക്ക്. സാർ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം സാർ. അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ. എൻ്റെ നിവൃത്തികേട് കൊണ്ട് ഞാൻ ചെയ്തു പോയതാ. ഇത് തന്നെയല്ലേ അന്നും പറഞ്ഞത്? മറ്റൊന്നും പറയാൻ എനിക്കില്ല സാർ. ഇവിടുത്തെ കമ്പനിയിൽ പുറത്തായ ശേഷം നല്ലൊരു ജോലിക്ക് വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു, കിട്ടിയില്ല. അഭിമാനം മറന്ന് പലരുടെയും മുന്നിൽ ഞാൻ കൈനീട്ടി. ഇപ്പൊ മൂക്കുമുട്ട കടത്തില സാർ എൻ്റെ ജീവിതം. എന്തെങ്കിലും ചെയ്ത് മരിച്ചു കളയാന്ന് ഞാനും ഭാര്യയും തീരുമാനിച്ചിരിക്കുന്ന സമയത്താ അവള് ഗർഭിണിയാവുന്നേ. വർഷങ്ങളായുള്ള പ്രാർത്ഥനയുടെയും പൂജയുടെയും ഫലമായി ഈശ്വരൻ തന്നെ നശിപ്പിച്ചു കളയാൻ തോന്നിയില്ല. ഇപ്പൊ ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാ സാർ. ഇവിടുത്തെ സന്ദീപ് സാറിന്റെ ഭാര്യ പ്രസവിച്ച ദിവസം തന്നെയാ എന്റെ ഭാര്യയും പ്രസവിച്ചത്. ഞാനിങ്ങനെ നിവൃത്തിയില്ലാത്തവനായിപ്പോയി എന്ന് കരുതി എന്റെ മോള് ദാരിദ്ര്യം അനുഭവിക്കരുത് എന്ന ആഗ്രഹത്തിലാ എന്നെ വീണ്ടും സാറിന്റെ മുന്നിൽ എത്തിച്ചത്. സ്ഥിരവരുമാനമുള്ള ഒരു ജോലി, അതെത്ര ചെറുതായാലും ആ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞാൻ എൻ്റെ കുടുംബം പുലർത്തിക്കോളാം. കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി തരണം. ചെയ്തു പോയ തെറ്റിന്റെ പ്രായച്ചിത്തത്തോടെയാണ് ഞാനിപ്പോൾ സാറിന്റെ മുന്നിൽ നിൽക്കുന്നത്. പറ്റില്ലെന്ന് പറയരുത് സാറേ. എൻ്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നോട് കരുണ കാണിക്കണം. പറ്റില്ലെങ്കിലോ? ചതിയന്മാരോട് കരുണ കാണിക്കുന്നത് മണ്ടത്തരോ? താൻ എന്ത് കരുതി കമ്പനിയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു പോയാ ജീവിതാവസാനം വരെ ജീവിക്കാന്നോ? താൻ മര്യാദക്കായിരുന്നെങ്കിലേ നെല്ലിശ്ശേരി ഗ്രൂപ്പ്സിലെ തന്റെ പോസ്റ്റ് ഇപ്പൊ എന്തായിരിക്കും തനിക്കറിയാവോ? തന്റെ സാലറി എത്രയായിരിക്കും അറിയോ? താൻ കൃത്രിമത്വം കാണിച്ചെടുത്ത തുകയുടെ അത്രയും തന്നെ വരും. താൻ ഞങ്ങളെ ചതിച്ചു. അതുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചും മൂക്കു പിഴിഞ്ഞും താൻ ഇനി ഇവിടെ അധികം നിൽക്കണമെന്നില്ല. പോ നോക്ക്. മാഡം, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കാല് പിടിക്കാം. എന്നെ സഹായിക്കണം. നിർത്തടോ. വിശ്വാസവഞ്ചന കാണിച്ചിട്ട് വീട്ടുനടയിൽ വന്ന് മാപ്പിരക്കുന്നു. മോളെ, ഇയാള് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പശ്ചാത്താപമുണ്ട്. അയാളുടെ കുഞ്ഞിനെ വളർത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വീണ്ടും വന്നത്. കുഞ്ഞിനെ കരുതി ഒരു തവണത്തേക്ക് നമുക്ക് ക്ഷമിച്ചൂടെ? നടക്കില്ല അച്ഛാ. ഇനി ഇയാള് ചതിക്കില്ലെന്ന് എന്താ ഉറപ്പ്?
ചേട്ടനല്ലേ ഞാൻ നേരത്തെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത്? അതെ, കുട്ടി ഇവിടെ. സച്ചിയുടെ ഭാര്യ ശിവരാമ ഇത്. മോളെ, ഇത് ശിവരാമൻ, നമ്മുടെ കമ്പനിയിലെ പഴയ മാർക്കറ്റിംഗ് ഹെഡായിരുന്നു. പണത്തിൽ തിരിമറി നടത്തിയതിന് ഞാൻ പറഞ്ഞു വിട്ടതാ. ഇപ്പൊ നിവൃത്തിയില്ലാന്നും കുഞ്ഞിനെ വളർത്തണമെന്നും ഒരു ജോലി വേണമെന്നൊക്കെയാ പറയുന്നേ. എന്റെ അഭിപ്രായം ഒരു ചാൻസും കൂടി കൊടുക്കാന്നാ. കാരണം നമ്മുടെ ഇവിടുത്തെ മോള് ജനിച്ച ദിവസം തന്നെയാണ് ശിവന്റെ മോളും ജനിച്ചത്. നമ്മൾ ഇയാളെ വിഷമിപ്പിച്ചിറക്കി വിട്ട ആ കുഞ്ഞ് വളരെ ദാരിദ്ര്യത്തിലാവും. നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് ഇയാളോട് ക്ഷമിക്കാന്നാ എൻ്റെ അഭിപ്രായം. പക്ഷേ അവന്തിക സമ്മതിക്കുന്നില്ല. മോളുടെ അഭിപ്രായം എന്താ? അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഇക്കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയാന്ന് വെച്ചാൽ അത് ശരിയുള്ള കാര്യമല്ല. കാരണം ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. എന്നിരുന്നാലും അച്ഛൻ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. മുമ്പ് ചെയ്തൊരു തെറ്റ് ഇവിടെ വന്ന് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്ന ഒരാളെ കൈവിടരുതെന്ന എൻ്റെ അഭിപ്രായം. നമ്മുടെ സന്ദീപിനെ പോലെ തന്നെ ഇന്ന് അച്ഛനായ ഒരു മനുഷ്യനായി ഇദ്ദേഹവും. ഇദ്ദേഹത്തോടല്ലെങ്കിലും ആ കുഞ്ഞിനോട് ഒരു കാരണം കാണിക്കേണ്ട അച്ഛാ. നമുക്ക് ഒരവസരം കൂടി കൊടുക്കാം. ഇയാളെ ഓഫീസിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അവിടുന്ന് ഇനിയും പൈസ എടുത്ത് തിരിമറി നടത്തൂ ഇയാള്. ഒരിക്കൽ വിശ്വാസവഞ്ചന കാണിച്ച ഇയാളെ എന്ത് വിശ്വസിച്ചാ വീണ്ടും ഓഫീസിൽ ജോലി കൊടുക്കുന്നത്? ഓഫീസിലെ പൈസ എടുത്ത് തിരിമറി നടത്തിയത് ഇയാൾ മാത്രമല്ലല്ലോ. ഏട്ടത്തി പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇദ്ദേഹം ചെയ്ത അതേ കുറ്റം ചെയ്ത ആളാ ഏട്ടത്തി. എന്നിട്ട് ഏട്ടത്തിയോട് എല്ലാവരും ക്ഷമിച്ചില്ലേ? അതൊക്കെ പറഞ്ഞു തുടങ്ങിയ കുറെ പറയേണ്ടി വരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നേ നല്ലത്. അച്ഛാ, ഓഫീസിലേക്ക് ഇനി ഇദ്ദേഹത്തെ ജോലിക്ക് അയക്കണ്ട. അത് മറ്റൊന്നും കൊണ്ടല്ല. അവിടുത്തെ മാർക്കറ്റിംഗ് മാനേജറായിരുന്നിട്ട് പുറത്താക്കപ്പെട്ട ഒരാളെ ഇനി ആരും അവിടെ വകവയ്ക്കില്ല. പരിഹാസത്തോടെ ആയിരിക്കും ഇദ്ദേഹത്തെ അവിടെ എല്ലാവരും കാണുന്നത്. മറ്റെന്തെങ്കിലും ഒരു ജോലി കൊടുക്കുന്നതാവില്ലേ നല്ലത്? നമ്മളായിട്ട് ആരുടെ അന്നം മുട്ടിക്കണ്ട അച്ഛാ. തെറ്റേറ്റു പറഞ്ഞ് സഹായിക്കണമെന്ന് പറഞ്ഞു വരുന്നവരെ വിഷമിപ്പിച്ച് തിരിച്ചുവിടുന്നത് പാപമല്ലേ? മോള് പറഞ്ഞതാ അതിന്റെ ശരി. ഓഫീസിൽ ജോലിക്ക് പോകണ്ട, ഇവിടെ നിന്നാ മതി. ഇവിടെ ഒരു കാര്യസ്ഥനായും ഡ്രൈവറായും ഒക്കെ നിൽക്ക്. തനിക്കും തന്റെ കുടുംബത്തിനും സുഖമായി ജീവിക്കാനുള്ള ശമ്പളം ഇവിടുന്ന് തരാം. എന്താ, അതിന് അസൗകര്യം വല്ലതും ഉണ്ടോ ശിവരാമ? അയ്യോ, ഒരസൗകര്യമില്ല. സാറ് പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം. നന്ദിയുണ്ട് സാറേ എന്നോടുള്ള ഈ മനസ്സലിവിന്. ഇനി ഒരു പ്രശ്നവും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ പിരിച്ചുവിടൽ മാത്രമായിരിക്കില്ല ചെയ്യാൻ പോകുന്നത്. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നിന്നോളാം സാറേ. ഈശ്വരനാണ് സത്യം. എങ്കിൽ ഇപ്പൊ പോയിട്ട് നാളെ വാ, ബാക്കി അപ്പം സംസാരിക്കാം. സാർ, വലിയ ഉപകാരം. ശിവരാമന്റെ സമയം നല്ലതാ. ഇത് ഇത്രയും പെട്ടെന്ന് ശരിയാവുന്ന ഞാനും കരുതിയില്ല. എന്തായാലും താൻ ചെല്ല്. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ പ്ലാൻ ചെയ്യാം. ശരി മാഡം. കുഞ്ഞിന് ഇടവിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില കുഞ്ഞുങ്ങളിൽ ഇത് സർവ്വസാധാരണമാണ്. ഡിസ്ചാർജ് ചെയ്ത് 3-4 ആഴ്ചത്തേക്ക് 2 ദിവസം കൂടുമ്പോൾ ഇൻക്യുബേറ്ററിൽ വെക്കണം. അപ്പോഴേ ഇത് മാറും. വീട്ടിൽ നിന്ന് പോയി വരാൻ സൗകര്യമുണ്ടോ? എങ്കിൽ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം.
അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ശരി. അച്ഛാ, തടസ്സമൊന്നും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് ഇവരെ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുപോയല്ലോ. അതാവുമ്പോ നമുക്ക് എപ്പോ വേണേലും ഇങ്ങോട്ട് കൊണ്ടുവരാലോ. ഇവിടെ അടുത്തല്ലേ?